വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കാർത്തി അരവിന്ദസ്വാമി നായകന്മാരാകുന്ന മെയ്യഴകൻ എന്നൊരു സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ അടുത്ത് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രെയിലർ നമുക്കിപ്പോൾ കാണാം. അതിനു മുമ്പ് ആ ട്രെയിലറിലെ ചില കാര്യങ്ങൾ പറയാം. ഇതിൽ കാർത്തി ട്രെയിലറിലുടനീളം അരവിന്ദ് സ്വാമിയെ സന്തോഷിപ്പിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ കാർത്തിക്ക് ഇതുപോലത്തെയുള്ള റോള് നന്നായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം ഇതിനു മുമ്പും തെളിയിച്ചിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് കാർത്തിയും നാഗാർജുനയും പിന്നെ തമന്ന ഇവരൊക്കെ അഭിനയിച്ച ഒരു സിനിമയുണ്ടല്ലോ. ആ സിനിമയുടെ പേര് ഇപ്പോൾ ഇവിടെ കാണുന്ന പോസ്റ്റർ തന്നെയാണ്. ആ തോഴൻ സിനിമയാണ്. അപ്പോൾ ആ സിനിമയിൽ അങ്ങേര് നന്നായിട്ട് അഭിനയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ സിനിമ നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ അതുപോലത്തെ വേറെ ഒരു കഥ പറയുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഈ സിനിമയിൽ അദ്ദേഹം ഈ ട്രെയിലറിൽ കാണുന്നത്. അപ്പോൾ സിനിമ കണ്ടാലേ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയുള്ളൂ കേട്ടോ. ട്രെയിലറിൽ നോക്കുമ്പോൾ കുറച്ച് ലേഗൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട്. അത് എന്താ അവസ്ഥ എന്നറിയില്ല. ചിലപ്പോൾ സിനിമ കാണുമ്പോൾ നമുക്ക് ആ ലേഗൊന്നും അനുഭവപ്പെടില്ലായിരിക്കാം. കാരണം കാർത്തി നന്നായിട്ട് അഭിനയിച്ച് അതേപോലെ അരവിന്ദ് സ്വാമിയും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ തോന്നില്ല. അപ്പോൾ അത് സിനിമ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കാർത്തിയുടെ സഹോദരനായ സൂര്യ തന്നെയാണ്. സൂര്യയും ജ്യോതികയും തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ കുറിച്ച് ഞാൻ പിന്നെ പറയാം. ഈ സിനിമ ഇറങ്ങുമ്പോൾ ഞാനിത് കണ്ടിട്ട് അതിൻ്റെ സിനിമയുടെ റിവ്യൂ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ ലഭിക്കുന്നതാണ്. അതുപോലെ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്കും കൊടുക്കുക. അരവിന്ദ് സ്വാമി ഒരു നാട്ടിലേക്ക് പോവാണ്. തഞ്ചാവൂരാണ് ഇപ്പോൾ അവിടെ കാണിച്ചത്. ആമാടയോ? അതെന്താ അത് ആമാട? അങ്ങനെ ഒരു സാധനം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കാർത്തി ഇപ്പോൾ ഇതിൽ എന്തൊക്കെയോ പറഞ്ഞ് അരവിന്ദ് സ്വാമിയെ സൂചിപ്പിക്കുകയാണ്. എന്തായാലും നമുക്ക് സിനിമ കണ്ട് ബാക്കി അറിയാം. രാജ്കിരണും ഉണ്ട് ഈ സിനിമയിൽ. ലേശം ലാഗുള്ള പോലെ തോന്നുന്നുണ്ട്. നമുക്ക് സിനിമ കാണുമ്പോൾ അറിയാം. ഭയങ്കര വായാടിയാണ് കാർത്തി എന്നാണ് പറയുന്നത്. അവര് ഹാപ്പിയാ പറയണു. സിനിമ കണ്ട് നമ്മളും ഹാപ്പി ആകണം. അപ്പോൾ എന്തായാലും 27-ാം തീയതി ഈ സിനിമ റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.